തോൽക്കാൻ മനസ്സില്ലാത്ത സ്വപ്നങ്ങളെ നേടിയ പോരാളികൾ. ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 2026 ജെഇ ജേതാക്കൾ ആവേശത്തോടെ ബ്രില്യന്റിലേക്ക് കടന്നു വന്നു. ജെഇ അഡ്വാൻസ്ഡിൽ ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് റിസൾട്ടുകൾ, അതും ഒരൊറ്റ എൻട്രൻസ് സ്ഥാപനത്തിൽ നിന്ന് സാധ്യമാകുമെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ആ സ്ഥാപനത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ, ദി വൺ ആൻഡ് ഓൺലി ബ്രില്യൻ സ്റ്റഡി സെന്റർ. ഇത് ഈ വിദ്യാർത്ഥികളുടെ മാത്രം റിസൾട്ടല്ല, തലയുയർത്തി നിൽക്കുന്ന ഈ പേരൻസിന്റെ പോരാട്ടത്തിന്റെയും പ്രാർത്ഥനയുടെയും റിസൾട്ടാണ്. തങ്ങളെടുത്ത തീരുമാനം ബ്രില്യൻ്റ് ആയിരുന്നു എന്ന സത്യം ചരിത്രത്തിൽ കുറിച്ച ജെഇ 2026 റിസൾട്ട്. ബ്രില്യൻ പിന്നെ എന്താ പറയുക, ഒരു നല്ലൊരു കോച്ചിങ് ഗൈഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുവിധം ഇവിടെ വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരുവിധം എല്ലാവരും ടാലന്റഡ് ആണ്. പക്ഷെ അവർക്ക് ടാലന്റോട് മാത്രമായില്ല ഇത് കിട്ടാൻ, ദേ നീഡ് ദ റൈറ്റ് ഡയറക്ഷൻ. സോ പാഷനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സും എല്ലാവരും കൂടി ഉണ്ട്. ഞങ്ങളെ പാല ഇവിടെ എത്താൻ മെയിൻ റീസൺ എൻ്റെ വൈഫായിരുന്നു. ഇങ്ങനെ ഫുൾ ടൈം ഏതാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതാണ് ബെസ്റ്റ് സ്കൂൾ, ഇങ്ങനെ ഫുൾ എൻക്വയറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫൈനലായിട്ട് ഇവിടെ എത്തി. ഇത്രയും കുട്ടികളെ ഇങ്ങനെ അവരുടെ കഴിവിനെ സ്ക്യൂസ് ചെയ്ത് എടുക്കാൻ പാകത്തിന് നല്ലൊരു കോച്ചിങ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ടീം ബ്രില്യൻ്റ്. അങ്ങനെയാണ് പറയണം, ടീം ബ്രില്യൻ്റ് അത്രയും നന്നായിട്ട് ചെയ്തു. ജെഇ മെയിൻ പരീക്ഷയിൽ റാങ്ക് നേട്ടം തുടർന്ന് പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. ഹരിപ്പാട് സ്വദേശി ഗൗരി ശങ്കറാണ് ദേശീയതലത്തിൽ 1ാം സ്ഥാനക്കാരൻ. 2026 ജെഇ മെയിൻ എൻട്രൻസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയവുമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. കോട്ടയം കാരിത്ത സ്വദേശി നിരഞ്ജൻ ജെ പിള്ളയാണ് കേരളത്തിൽ 1ാം റാങ്ക് നേടിയത്. 2026 ജെഇ അഡ്വാൻസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിന് അഭിമാനമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. 134ാം റാങ്ക് കരസ്ഥമാക്കിയ റോഷൻ രാജു കേരളത്തിൽ 1ാമനായി. ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്, ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിംഗ് പരീക്ഷകളിൽ ഉയർന്ന റാങ്കും സ്കോറുമെല്ലാം കരസ്ഥമാക്കിയ 2026 ബ്രില്യൻ ജേതാക്കളുടെ കടന്നുവരവ്. ജെഇ മെയിൻസ്, ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ അവർക്ക് ഏറ്റവും പ്രചോദനമാകുന്ന ദൃശ്യമായിരുന്നു 2026 ജേതാക്കളുടെ ബ്രില്യൻ എ ബ്ലോക്ക് ക്യാമ്പസിലേക്കുള്ള കടന്നുവരവ്. എ ബ്ലോക്ക് ക്യാമ്പസ് മുഴുവൻ ആവേശാരവങ്ങളോടെയാണ് ഓരോ വിദ്യാർത്ഥിയെയും ക്യാമ്പസിനുള്ളിലേക്ക് സ്വാഗതം ചെയ്തത്. വിജയം നേടിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നിറഞ്ഞ കാഴ്ച. വിദ്യാർത്ഥികളെല്ലാം ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ എ ബ്ലോക്ക് ക്യാമ്പസിൽ നിന്നും ഡി ബ്ലോക്കിലേക്ക് വൻ ആഘോഷാരവങ്ങളോടെ നടന്നെത്തി. ക്യാമ്പസിന്റെ നടുത്തളത്തിൽ കുട്ടികൾ അണിനിരന്നപ്പോൾ മറ്റ് വിദ്യാർത്ഥികളെല്ലാം ആവേശാരവത്തോടെയാണ് നടുത്തളത്തിൽ വിജയികളെ നോക്കി നിന്നത്. പിന്നീട് ഡി ബ്ലോക്ക് ആവേശത്തിന്റെ മറ്റൊരു തലത്തിലേക്കാണ് പ്രവേശിച്ചത്. 2026 ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ കേരളം എന്ന സംസ്ഥാനത്തിന് അഭിമാനമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ പഠിച്ച വിദ്യാർത്ഥികൾ
മുൻനിരയിൽ അണിനിരന്നു. ദേശീയ തലത്തിൽ 134 റാങ്ക് കരസ്ഥമാക്കി റോഷൻ രാജു കേരളത്തിൽ ഒന്നാമനായി. വൈഷ്ണവ് ENK ഓൾ ഇന്ത്യ റാങ്ക് 543, തൃശൂർ സ്വദേശി. ജെയ് അഡ്വാൻസ്ഡിലെ 10,000 റാങ്കിനുള്ളിൽ ഇടം പിടിച്ച ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 170-ലധികം വിദ്യാർത്ഥികൾ അണിനിരന്നു. യെസ്, എല്ലാ വർഷങ്ങളിലെ പോലെയും ബ്രില്യന്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് രംഗത്ത് വിപ്ലവകരമായ വിജയക്കുതിപ്പ് നടത്തിയിരിക്കുകയാണ്. വിജയഗാഥ ഇവിടെ എങ്ങും തീരുന്നില്ല. ജെയ് മെയിൻസിൽ 2026 കേരളത്തിലെ ആദ്യ റാങ്കുകളെല്ലാം ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് നേടിയത്. കേരളത്തിലെ 1ാം റാങ്ക് ഉൾപ്പെടെ ആദ്യ 7 റാങ്കുകൾ നേടിയത് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ്. 99.99% സ്കോർ കരസ്ഥമാക്കി നിരഞ്ജൻ ജെ പിള്ള കേരളത്തിൽ 1ാം റാങ്ക് നേടി. കൂടാതെ മാത്തമാറ്റിക്സിൽ 100% സ്കോറോടെയാണ് സംസ്ഥാന തലത്തിൽ നിരഞ്ജൻ ഒന്നാമതെത്തിയത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിരഞ്ജൻ. എൻ്റെ വീട് തെള്ളകത്താണ്, കോട്ടയത്ത് തന്നെ. ഞാൻ KE മാന്നാനത്താണ് പഠിച്ചത്. ആദ്യമേ തന്നെ എന്നെ ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും എനിക്ക് നന്ദി പറയണം. ബ്രില്യൻറ്റിന് ശരിക്കും എൻ്റെ ഈ ജേർണിയിൽ വലിയൊരു പങ്കുണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലുള്ളതായിരുന്നു. ശരിക്കും 8ലും 9ലും അങ്ങനൊന്നും അത്രയൊന്നും പഠിക്കാൻ പറ്റിയില്ല. 10ഒക്കെ ആയപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. ബ്രില്യൻറ്റിലെ എല്ലാ ഡയറക്ടേഴ്സിനും, പിന്നെ ബിനോയ് സാറിന്, ബിനിൽ സാറിന്, എൻ്റെ ക്ലാസ് ടീച്ചറായ ജോസഫ് സാറിനും, കോർഡിനേറ്ററായ ബിജു സാറിനും ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ എൻ്റെ മാതാപിതാക്കൾക്ക് താഴ്ന്നു നിൽക്കുന്ന ഫേസിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് IIT കാൺപൂർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഞാൻ ബെസ്റ്റ് ഓഫ് ലക്ക് പറയുന്നു. എനിക്ക് ഇത്രയും ജേർണിയിൽ നിന്ന് ഒരു അഡ്വൈസ് തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കെമിസ്ട്രി ഇഗ്നോർ ചെയ്യരുതെന്നാണ്. ഇച്ചിരി സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വൈസാണ്, പക്ഷേ എങ്കിലും അത് ഫോളോ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് നല്ലപോലെ ബെനിഫിറ്റ് ചെയ്യും. താങ്ക് യു. അമിത് ആന്റണി 99.98% സ്കോറോടെ കേരളത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഫിസിക്സിൽ 100% എന്ന നേട്ടവും അമിത് ജെയ് മെയിൻസിലൂടെ സ്വന്തമാക്കി. യെസ്, 99.9% സ്കോറിന് മുകളിൽ ബ്രില്യന്റിലെ 15ഓളം വിദ്യാർത്ഥികൾ ഇടം പിടിച്ചു. 99% സ്കോറിന് മുകളിൽ 350ഓളം കുട്ടികൾ, 98% സ്കോറിന് മുകളിൽ 750 വിദ്യാർത്ഥികളും, 97% സ്കോറിന് മുകളിൽ 1200 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 2000-ലധികം വിദ്യാർത്ഥികളാണ് ജെയ് അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്കായി ബ്രില്യന്റിലൂടെ 2026 യോഗ്യത നേടിയത്. BARC, B പ്ലാനിംഗ് മേഖലകളിലും അത്യുജ്വലമായ പെർസെന്റൈലോടെ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്കുകൾ നേടിയാണ് ബ്രില്യന്റ് ഈ വിജയം നേടിയത്. 2026 ബ്രില്യന്റ് ആദ്യമായി തുടങ്ങിയ ബാച്ചായിരുന്നു BARC, B പ്ലാനിംഗ് ബാച്ചുകൾ. ആദ്യ ബാച്ചിൽ തന്നെ ഓൾ ഇന്ത്യ തലത്തിൽ 1ാം റാങ്കുകളും ആ ഒരൊറ്റ ബാച്ചിൽ നിന്ന് 95% ഓഫ് വിദ്യാർത്ഥികൾക്കും NIT, NID പോലുള്ള രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടി. ബി പ്ലാനിംഗ് വിഭാഗത്തിൽ ഗൗരി ശങ്കർ V 100% സ്കോർ നേടി അഖിലേന്ത്യാ തലത്തിൽ
ഒന്നാം റാങ്ക് കരസ്ഥമാക്കി. ആദ്യം തന്നെ എനിക്ക് ഈ ജേണി 2 വർഷത്തെ ജേണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി പറയാനുണ്ട്. ദൈവത്തിനോടും പിന്നെ എൻ്റെ പേരൻസിനോടും. എല്ലാവരും പറഞ്ഞ പോലെ ടഫ് ടൈംസിലൂടെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ടുള്ള മോട്ടിവേഷൻ തന്നത് ഇവരൊക്കെ തന്നെയാണ്. പിന്നെ പറയാനുള്ള വെച്ചാൽ 2 വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ കുറേ ഗോൾസ് ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം റിയാലിറ്റി ആക്കാൻ സഹായിച്ച് ബ്രില്യൻ്റ് തന്നെയാണ്. ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസും പിന്നെ മെറ്റീരിയൽസ് ആണെങ്കിലും ഇതെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു ദൈവത്തിന് അനുഗ്രഹവും ഒരു ലക്ക് തന്നെയാണ്. നിങ്ങളോടെല്ലാം പറയാനുള്ളതെന്ന് വെച്ചാൽ ഷുവർലി ഈ ജേർണി സ്മൂത്ത് ആയിരിക്കില്ല. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഈ ഡൗൺസിലെല്ലാം കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോയാൽ മതി. ഷുവർലി ഗോൾ അച്ചീവ് ചെയ്യും. ഏത് IIT-യിലാണ് മോനെ അലോട്ട്മെന്റിൽ കിട്ടിയിരിക്കുന്നതെന്നും കൂടി നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയാമോ? എനിക്ക് IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലാണ് അലോട്ട്മെന്റ് കിട്ടിയത്. IIT മദ്രാസ്. ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് നിൽക്കാൻ സഹായിച്ചത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒത്തുകൂടിയാൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് ബ്രില്യൻസിന്റെ ഇതിലെ ഉള്ള ഒരു പാർട്ട് വളരെ നിർണായകമാണ്. കാരണം എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, അവന്റെ ഹാർഡ് വർക്ക്, അതിനോടൊപ്പം തന്നെ ബ്രില്യൻസിന്റെ ഓരോ ടീം മെമ്പേഴ്സിന്റെയും സ്റ്റാഫിന്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയും അഡ്വൈസസും ഗൈഡൻസും എല്ലാം വളരെ നിർണായകമാണ്. അതില്ലാതെ ഇവിടെ വന്ന് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ഈ ഒരു സിറ്റുവേഷന് സഹായിച്ച ബ്രില്യൻസിനോടുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകം ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ ഒരു 2 വർഷം മോൻ പറഞ്ഞ പോലെ അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഒരു പരീക്ഷയിൽ തന്നെ കൂടുതൽ മാർക്ക് കിട്ടുമ്പോഴും സന്തോഷം ഉണ്ടാവുന്ന പോലെ മാർക്ക് കുറയുമ്പോഴും അവർക്ക് സങ്കടവും പ്രയാസങ്ങളും ഒക്കെ കുറച്ച് ആ സമയത്തൊക്കെ ബ്രില്യൻസിന്റെ അവന്റെ മെന്ററും അവരോടൊപ്പം നിൽക്കുന്ന ടീച്ചേഴ്സും ഒക്കെ പ്രോപ്പർ മോട്ടിവേഷൻ കൊടുത്തും ഒക്കെയാണ് അവസാനം ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. അപ്പം അതിനായിട്ട് ഈ നേട്ടം കൈവരിച്ചതിൽ മോനോടുള്ള നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. ബ്രില്യൻസിന്റെ ടീമിനോട് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയാണ്. കാരണം ഒരു ചെടി നമ്മൾ നടുമ്പോഴും അതിന് പ്രോപ്പറായിട്ടുള്ള വളവും വെള്ളവും കിട്ടിയാൽ മാത്രമേ ആ ചെടി വളർന്ന് പൂവിടുകയുള്ളൂ. അതുപോലെ തന്നെ ശരിയായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ എൻ്റെ മകനെ എത്തിച്ചത്. അവനെ ഈ വിജയത്തിലേക്ക് എത്താൻ സഹായിച്ചത് ബ്രില്യൻസ് ആണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ പൂർണ്ണമായും ഒരുപാട് നന്ദി പറയുന്നു. ബി ആർക്കിലും ബി പ്ലാനിങ്ങിലും മീരാകൃഷ്ണ 100% സ്കോറോടെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തി. ആദ്യം തന്നെ ബ്രില്യൻറ്റില് ഉള്ള എല്ലാ ഫാക്കൽറ്റീസിനും താങ്ക്സ്. എനിക്ക് ഈ ഒരു ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയ എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ പാരൻസ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും ഹോസ്റ്റൽ മേറ്റ്സ് ആയാലും വാർഡൻസ് ആയാലും എല്ലാവർക്കും താങ്ക്സ്. നിങ്ങൾ ആരും ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. കാലിക്കറ്റ് NIT-യിലാണ് അഡ്മിഷൻ ആഗ്രഹിച്ചത്. അത് തന്നെ അതാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടുള്ളതും. എനിക്ക് താങ്ക്സ് പറയാനുള്ള സത്യം പറഞ്ഞാൽ അവളോട് തന്നെയാണ്. കാരണം അവളാണിത് സെലക്ട് ചെയ്തതും ഈ സെൻറ്റർ സെലക്ട് ചെയ്തതും എല്ലാം മോള് തന്നെയാണ്. ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത പ്രൊഫഷൻ ഞങ്ങളുടെ തന്നെയായിരുന്നു. അഡ്വക്കേറ്റ്സ് ആണ് ഞങ്ങൾ രണ്ടാളും. അപ്പം ഞങ്ങൾ ആ ഒരു പ്രൊഫഷനിലോട്ടാണ് അവളെ ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ അവളായിട്ട് ചൂസ് ചെയ്ത് അവള് ചൂസ് ചെയ്ത സെൻറ്റർ തന്നെയാണിത്, അവളുടെ സ്റ്റഡി സെൻറ്റർ. അപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഫാക്കൽറ്റീസിനും ഇവിടുത്തെ ഫെസിലിറ്റീസിനും പിന്നെ ഓവറോൾ എനിക്ക് ഈശ്വരനോടും. കാരണം ആ സമയത്ത് ആ എക്സാം ടൈമിൽ അവൾ ആ ഒരു ആൻസർ സെലക്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വരയ്ക്കാനായിട്ടുള്ള കഴിവും എല്ലാം കൊടുത്ത ആ ഈശ്വരനും ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു. ബി ആർക്ക് കാറ്റഗറി വിഭാഗത്തിൽ ആദില CN അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. എനിക്ക് NIT കാലിക്കറ്റിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. NID അഹമ്മദാബാദ് കിട്ടി. അപ്പൊ അത് ഭയങ്കര ടഫായിട്ടുള്ള ചോയ്സ് ആയിരുന്നു. NID അഹമ്മദാബാദ് വേണോ NIT കാലിക്കറ്റ് വേണോ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് NIT കാലിക്കറ്റ് ചൂസ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് MDSO അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് NID അഹമ്മദാബാദിൽ പോകാനാണ് ആഗ്രഹം. പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇനി ഇതിനെ സഹായിച്ച ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ പാരൻസ് അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ടീച്ചേഴ്സ് ആയാലും പിന്നെ ഹോസ്റ്റലിലുള്ള വാർഡൻസും അങ്ങനെയുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും നന്ദി. ബി ആർക്ക് ബി പ്ലാനിംഗ് വിഭാഗത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 10 റാങ്കിനുള്ളിൽ 5 പേരും ആദ്യ 100 റാങ്കിനുള്ളിൽ 27 പേരും ബ്രില്യന്റിൽ പരിശീലനം നേടിയവരായിരുന്നു. കീബ് 2026 6 ദിവസമായി നടന്ന എക്സാമിൽ 6 ദിവസത്തെയും ടോപ്പേഴ്സ് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ, അതും 100% സ്കോറോടെ.
ആൻഡ് ക്യുസാറ്റ് കാറ്റ് 2026. ആദ്യ 10-ൽ 10 റാങ്കുകളും ഓൾ ഇന്ത്യ തലത്തിൽ കരസ്ഥമാക്കിയത് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ. ആദ്യ 20-ൽ 19 വിദ്യാർത്ഥികളും ബ്രില്യന്റിയൻസ്. അതിൽ തന്നെ 7 ഒന്നാം റാങ്കുകൾ എന്നതും ബ്രില്യന്റിന്റെ മറ്റൊരു വലിയ അഭിമാന നേട്ടമായിരുന്നു. ബ്രില്യന്റിലെ മിന്നും വിജയികൾക്ക് വേദിയിൽ വെച്ച് പ്രിയപ്പെട്ട ഡയറക്ടർമാരും അധ്യാപകരും ചേർന്ന് മെമന്റോകൾ സമ്മാനിച്ചു. നാളെയുടെ വാഗ്ദാനങ്ങളായ ആ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരേ മനസ്സോടെ വേദിയിൽ ഒന്നിച്ചണിനിരുന്നു. തങ്ങളുടെ മക്കളുടെ ഈ വിജയ നിമിഷം മൊബൈൽ ക്യാമറകളിൽ മാത്രമല്ല, മാതാപിതാക്കളുടെ ആയുസ്സിലെ ഏറ്റവും വലിയ ഓർമ്മയായി ഹൃദയത്തിലും പകർത്തുകയായിരുന്നു അവർ. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. തീർച്ചയായും ഞങ്ങൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇന്നത്തെ ഈവന്റ് ടു ബി ഓണസ്റ്റ് വി ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ്. ഓക്കെ, വി ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ് ഇറ്റ് വുഡ് ബി that is such a grand one. Otherwise we could have bought his brother also. His brother is studying in Chavra and in fact he is doing a foundation here. Brilliant has been ഒരു നല്ലൊരു കോച്ചിങ് ഗൈഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫാക്ട് ഒരുവിധം ഇവിടെ വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരുവിധം എല്ലാവരും ടാലന്റഡ് ആണ്. പക്ഷെ അവർക്ക് ടാലന്റോട് മാത്രമായില്ല ഇത് കിട്ടാൻ. they need the right direction. So passionate ആയിട്ടുള്ള ടീച്ചേഴ്സും എല്ലാവരും കൂടി ഉണ്ട്. So the kind of guidance and direction that he got been very good. ബ്രില്യന്റിലെ ഡയറക്ടേഴ്സും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫും എല്ലാം ചെയ്തു തന്ന സപ്പോർട്ട്, ആ ഒരു മോട്ടിവേഷൻ തീർച്ചയായും വളരെയേറെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഞങ്ങളെ പാല ഇവിടെ എത്താൻ മെയിൻ റീസൺ എൻ്റെ വൈഫായിരുന്നു. ഇങ്ങനെ ഫുൾ ടൈം ഏതാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതാണ് ബെസ്റ്റ് സ്കൂള്, ഇങ്ങനെ ഫുൾ എൻക്വയറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫൈനലായിട്ട് ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസത്തെ ഇവന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, അതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ? അടിപൊളി നന്നായിരുന്നു. വിക്ടറി ഡേ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇങ്ങനെ ഒരിത് ഞാനിത് വീഡിയോ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് നേരിട്ട് അറിഞ്ഞപ്പോൾ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു, നന്നായി. ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷക്കാലം മീര റിപ്പീറ്റർ ആയിരുന്നു അല്ലേ ബ്രില്യന്റ്? ഓക്കെ, അപ്പോൾ ഈ ഒരു വർഷക്കാലം ബ്രില്യന്റിനെ പറ്റി മീരയിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ഒരു ഇൻപുട്ട് എങ്ങനെയായിരുന്നു? ഇതിപ്പോ ഫസ്റ്റ് ബാച്ചാണ്, BRക്കിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഫസ്റ്റ് ബാച്ച്. ഇപ്പൊ സ്റ്റാർട്ടിങ് ട്രബിൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാലും ഇത്രയും കുട്ടികളെ ഇങ്ങനെ അവരുടെ കഴിവിനെ സ്ക്യൂസ് ചെയ്ത് എടുക്കാൻ പാകത്തിന് നല്ലൊരു കോച്ചിങ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാക്കൽറ്റീസ് ആവട്ടെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. മോക്ക് കിട്ടിയ ഹോസ്റ്റലായിരുന്നാലും അവിടുത്തെ വാർഡനായിരുന്നാലും നല്ല കോപ്പറേറ്റീവാണ്. കാരണം പിള്ളേരെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരിതല്ല, അവരുടെ മനസ്സറിഞ്ഞ് അവരെ കൂടെ നിൽക്കുന്ന രീതിയിൽ ടീം ബ്രില്യൻറ്റ് അങ്ങനെയാണ് പറയണം. ടീം ബ്രില്യൻറ്റ് അത്രയും നന്നായിട്ട് ചെയ്തു. ഇനിയും കുറച്ചുകൂടെ കുട്ടികൾ ഇപ്പം ഉള്ളതിനേക്കാളും കൂടുതൽ കുട്ടികൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരട്ടെ. എന്തായാലും ടീം ബ്രില്യൻറ്റിന് ഹാർട്ടിൽ നിന്ന് നല്ലൊരു താങ്ക്സ്. അപ്പോൾ ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. ഒരു വൺ ഓഫ് ദ എന്താണ് ടയർ 1 IIT തന്നെ മോണെ കിട്ടിയിട്ടുണ്ട്. പ്ലസ് മെക്കാനിക്കൽ അവൻ്റെ ആഗ്രഹമായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ടും മെക്കാനിക്കലാണ്, അതുകൊണ്ട് അവനോ അത് ആഗ്രഹമായിരുന്നു.
സ്പെഷ്യൽ താങ്ക്സ് ടു ജിനു സാറ് അവൻ്റെ എന്താണ് നല്ല മോട്ടിവേറ്ററായിരുന്നു. അവരില്ല ഇപ്പോൾ ബ്രില്യൻറ്റിൽ, പക്ഷെ എന്നാലും ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് ബ്രില്യൻറ്റിൻ്റെ ചിലപ്പോൾ ഒരു കൾച്ചറായിരിക്കും, ഇങ്ങനെ കൊച്ചിനെ പുഷ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ജിനു സാർ. ശ്രീനാഥ് സാറ് നല്ല മോട്ടിവേഷനായിരുന്നു എപ്പോഴും. ഇപ്പോഴും ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ മോൻ്റെ കാര്യമൊക്കെ സംസാരിച്ച്, അപ്പോൾ വളരെ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. വളരെ സന്തോഷമുള്ളതായിരുന്നു. ബ്രില്യൻറ്റിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം തന്നെ +2 കഴിഞ്ഞിട്ടാണ് മോൻ റിപ്പീറ്റിനാണ് ഇവിടെ വന്നിരുന്നത്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മികച്ച രീതിയിൽ അവന് വിജയം കൈവരിക്കാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബ്രില്യൻറ്റിനോടാണ് പ്രത്യേക നന്ദി. ജയ് എന്ന വലിയ സ്വപ്നം ഒന്നിച്ച് സാക്ഷാത്കരിച്ച ബ്രില്യന്റിയൻസ് ആ നിമിഷത്തിൽ ആർത്തുല്ലസിച്ചു. ഈ വലിയ വിജയത്തിന്റെ തിളക്കമാർന്ന ഓർമ്മകളുമായി വരും തലമുറകൾക്ക് വഴികാട്ടിയായ ഈ മിടുക്കരെ ആദരിക്കുന്നതിനായി നമുക്ക് വീണ്ടും ഒന്നിക്കാം. ജൂലൈ 11 പാലാ മുത്തോലിയിലെ ഡി ബ്ലോക്ക് ക്യാമ്പസിൽ നടക്കുന്ന ആ വിക്ടറി ഡേക്കായി, വിജയഗാഥകൾ മാറ്റൊലി കൂട്ടുന്ന വിക്ടറി ഡേ. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാണി നിരക്കുന്ന വേദിയിൽ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന വേദിയിൽ, പുത്തൻ പ്രതീക്ഷകളോടെ പുതിയൊരു നാളേക്ക് ബ്രില്യന്റിനൊപ്പം മുന്നോട്ട്. Brilliant Study Center, India's #1 coaching center for NEET and JEE.